ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം ശ്ലോകം 7. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസംകുലോ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഭൂത്യാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, കർദമൻ ദേവഹൂതിയെ വിവാഹം കഴിച്ച് ആശ്രമത്തില് വളരെ സന്തോഷകരമായിട്ട് കഴിഞ്ഞു പോന്നു. സദാസമയവും ഭഗവത് പൂജയിൽ മുഴുകി ഇരുന്നിരുന്ന കർദമന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത് ദേവഹൂതി വളരെയധികം സന്തുഷ്ടയായിട്ട് അവിടെ കഴിഞ്ഞു. ഒരുപാട് നാള് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കർദമൻ ദേവഹൂതിയെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് മാത്രം കഴിഞ്ഞിരുന്ന ദേവഹൂതിയെ, അതിസുന്ദരിയായിട്ടുള്ള ആ ദേവഹൂതിയെ അതുവരെ കർദമൻ ശ്രദ്ധിച്ചിരുന്നതേയില്ല. ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടുമിരുന്നു. ദേവഹൂതിയുടെ ആ ശുശ്രൂഷയിൽ അത്യധികം സന്തുഷ്ടനായിട്ട് ഒരു ദിവസം കർദമൻ നോക്കുമ്പോഴെന്താണ്, അതിസുന്ദരിയായി താൻ വിവാഹം കഴിച്ചിരുന്ന ആ ദേവഹൂതി ഇപ്പോ വല്ലാതെ ക്ഷീണിച്ച് വിരൂപയായിട്ട് മാറി. കർദമൻ ശരിക്കും വിരൂപനാണ്, കാണാൻ സൗന്ദര്യമൊന്നുമില്ല. ഇവിടെ ദേവഹൂതി അങ്ങനെയല്ലായിരുന്നു, അതിസുന്ദരിയായിരുന്നു. പക്ഷേ ഒന്നിലും വേറൊന്നിലും ശ്രദ്ധയില്ലാതെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയിരുന്ന ദേവഹൂതി വല്ലാതെ ക്ഷീണിച്ച് സൗന്ദര്യമെല്ലാം പോയവളായിട്ട് കർദമൻ കണ്ടു. സ പുന, കർദമനാകട്ടെ പുന പിന്നീട് ത്വത് ഉപാസന പ്രഭാവാത് ശക്തി കൊണ്ട്, നിന്തിരുവടിയെ ഉപാസന ചെയ്ത് കിട്ടിയ ആ ശക്തി കൊണ്ട്, നിന്തിരുവടിയെ ആരാധിച്ച് കിട്ടിയ ആ മാഹാത്മ്യം കൊണ്ട് ദയിതാ കാമകൃതേ, പ്രിയതമയുടെ കാമകൃതേ ഇഷ്ടത്തിനായിട്ട് കൃതേ നിർമ്മിച്ച വിമാനേ വിമാനത്തിൽ, ഭഗവത് പ്രസാദം കൊണ്ട് ലഭിച്ച ആ ശക്തി കൊണ്ട് ദേവഹൂതിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിമാനം കർദമൻ ഉണ്ടാക്കി. ഈ വിമാനം എന്ന് പറഞ്ഞാല് എവിടെയും സഞ്ചരിക്കാൻ പറ്റിയത്, ആകാശമാർഗത്തിൽ കൂടെ എവിടെയും സഞ്ചരിക്കാൻ പറ്റിയ കൊട്ടാര സദൃശമായിട്ടുള്ള ഒന്നാണ്. അതിന് മുൻപായിട്ട് തന്നെ ഇവിടെ കർദമൻ ദേവഹൂതിയോട് തൻ്റെ ആശ്രമത്തിലുള്ള ബിന്ദുസരസ് എന്ന ആ ചെറിയ ജലാശയത്തിൽ ഇറങ്ങി, ആ തടാകത്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ചു വരാൻ പറയുകയാണ്. ബിന്ദുസരസ് ഭഗവാൻ ശിവന്റെ കണ്ണിൽ നിന്നും ജലത്തുള്ളികൾ വീണ് ഉണ്ടായതാണ്. ഇവിടെ ബിന്ദുസരസിൽ ഇറങ്ങി കുളിച്ചു കയറി വന്നപ്പോഴേക്കും ഈ ദേവഹൂതി അതിസുന്ദരിയായിട്ട് മാറി. പിന്നീട് കർദമനും അതിൽ കുളിച്ചു കയറി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ കർദമനും അതിസുന്ദരനായിട്ട് മാറി. എന്നിട്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വിമാനം ദേവഹൂതിയുടെ ഇഷ്ടത്തിനായിട്ട് ഉണ്ടാക്കി. എന്നിട്ട് ആ വിമാനത്തിൽ വനിതാകുല സങ്കുല ഇവിടെ ചുറ്റപ്പെട്ട അനേകം ദിവ്യ നാരീ
ജനങ്ങളുമായിട്ട് ചുറ്റപ്പെട്ട് ധാരാളം ഇവരെ ശുശ്രൂഷിക്കാനുള്ള വനിതകൾ അവിടെ ഉണ്ടായിരുന്നു, സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരാലെല്ലാം ചുറ്റപ്പെട്ട നവാത്മ എന്ന് പറഞ്ഞാൽ പുതിയ ശരീരം കൈക്കൊണ്ട്, അതായത് ബിന്ദുസരസിൽ ഇറങ്ങി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സുന്ദരനായിട്ട് മാറി. പിന്നെ 9 ആകൃതി കൈക്കൊണ്ട് എന്നും പറയുന്നുണ്ട്. ഇവിടെ പുതിയ ശരീരം കൈക്കൊണ്ട് ദേവഹൂതിയോടുകൂടി ദേവപഥേഷു, ദേവമാർഗങ്ങളിൽ, ദിവ്യഭൂമികളിൽ വ്യഹരത്, ക്രീഡിച്ചു. ഇവിടെ കർദമൻ വിരൂപനായിരുന്നു. ദേവഹൂതി വിരൂപയായിട്ട് മാറുകയും ചെയ്തു ഈ പതിശുശ്രൂഷ കൊണ്ട് മാത്രം. അങ്ങനെയുള്ള ദേവഹൂതിയും കർദമനും ബിന്ദുസരസ്സില് ഇറങ്ങി കുളിച്ച് കയറിയപ്പോൾ സുന്ദരനും സുന്ദരിയുമായിട്ട് മാറി. ദേവഹൂതിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിമാനം ഉണ്ടാക്കി. അതിനുശേഷം സ്ത്രീകൾക്കെല്ലാം മോഹമുണ്ടാക്കുന്ന അതിമനോഹരമായ ശരീരമായിരുന്നു കർദമൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ആകാശത്ത് ഈ വിമാനത്തിൽ ധാരാളം പരിചാരികമാരോടൊത്ത് ദേവഹൂതിയോടുകൂടി സന്തോഷമായിട്ട് ദിവ്യഭൂമികളിൽ രമിച്ചു, ക്രീഡിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.